സകലേശ ഞങ്ങളെ രക്ഷിക്ക എന്നും മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർദ്രസാഗരമാക്കി കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനേ സദ്ബുദ്ധിയേകൂ. സേവനം ഞങ്ങൾക്ക് കർമ്മമാകണം, സേവനം ഞങ്ങൾക്ക് ധർമ്മമാകണം, സേവനം ഞങ്ങൾക്ക് അഭിമാനമെന്നും ജീവനാദാനീയനുഗ്രഹമേകൂ. പ്രവീൺ സാറിനെ നിങ്ങളുടെ ഏവരുടെയും ഹർഷാരവത്തോടെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം പ്രവീൺ സാർ. ഓക്കെ കോസ്റ്റ് ആക്കില്ലല്ലേ? താങ്ക് യു. കേൾക്കാവോ സാറേ? ഓഡിയോ റെഡി അല്ലേ? കേൾക്കുന്നുണ്ട് സാറേ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോ സാധാരണ രീതിയിൽ പിന്നെ ഒരു ഗസ്റ്റ് ആയിട്ടൊന്നും എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാല് വീട്ടിലൊരാൾ തന്നെയാണ്. ഈ ഒരു മോർണിംഗ് മീറ്റിലൂടെ വളർന്ന് ഇന്ന് നിൽക്കുന്ന ഒരു ലീഡർ തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു മോട്ടിവേഷൻ ട്രെയിനർ ആയിട്ടൊന്നും എന്ത് ചെയ്യരുത്, എന്റെ വാക്കുകൾ കേൾക്കരുത്. കാരണം വെച്ചാൽ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്തു എന്നുള്ളതും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നതിന് മുന്നേ ആരായിരുന്നു പ്രവീൺ എന്നുള്ളതും ആണ്. ഇനി ഈ ബിസിനസ്സിനെ എങ്ങനെ നോക്കിക്കാണുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകളെ മുന്നിൽ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അന്ന് തുടക്ക കാലഘട്ടത്തിൽ ഈ സൂം മീറ്റിംഗ് ആയിരുന്നു ഏറ്റവും സുഖം. കാരണം എന്ന് വെച്ചാൽ ആളുകളെ കാണണ്ടല്ലോ സംസാരിക്കാൻ, അല്ലെ? പല ആളുകൾക്കുള്ള ഒരു മടിയാണ് ഇങ്ങനെ ആളുകളെ മുന്നിൽ നോക്കി അല്ലെങ്കിൽ ആളുകളെ മുന്നിൽ സംസാരിക്കുക എന്നുള്ളത്. പല ആളുകളും റാങ്ക് തന്നെ മാറാൻ മടിക്കുന്നത് സ്റ്റേജിൽ കയറി സംസാരിക്കണ്ടേ എന്നുള്ള രീതിയിലായിരുന്നു. തുടക്കത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സൂമിൽ അധിക സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയാണ്. കാരണം വെച്ചാല് നേരിട്ടുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണെങ്കിൽ ആളുകളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കുറച്ചും കൂടി സിമ്പിളാണ്. ഇത് ഞാൻ എന്റെ വീട്ടിലിരുന്ന് സംസാരിക്കും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വീട്ടിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും കൂടുതൽ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്ക് ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കൊന്ന് തിരിഞ്ഞാൽ മതി. അപ്പോ എല്ലാവരും പറ്റുമെങ്കിൽ എല്ലാവരും നല്ലൊരു ഗുഡ് മോർണിംഗ് ഒരു മെസ്സേജിലൂടെ തന്നിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറ്റുന്ന മെസ്സേജ് അയക്കാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെച്ചാല് നമ്മളെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അതൊന്ന് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓരോരുത്തർ അയച്ചോട്ടെ. ഓക്കെ, ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട് മൂസ സാർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മാത്രം ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. ഓക്കെ, തീർച്ചയായും എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ മോർണിംഗ് മീറ്റിന്റെ വളരെയേറെ പ്രാധാന്യമുണ്ട്, പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മൈൻഡ് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമല്ലേ. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാനും ഈ ഒരു മോർണിംഗ് മീറ്റിലോട്ട് തന്നെ വളർന്നു വന്ന അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഡർ തന്നെയാണ്. അപ്പോൾ ലീഡർ എന്നൊന്നും പറയാനായില്ല, കാരണം വെച്ചാൽ അച്ചീവർ കൂടിയാണ് എന്നേ പറയാനാവും. ലീഡർ ആകുന്ന സമയത്ത് കുറെ മാറ്റങ്ങൾ നമ്മൾ വരണല്ലേ, ഇഷ്ടം പോലെ നമ്മൾ ലീഡർമാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്റെ പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രവീൺ എന്നാണ്. സ്വദേശം കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലം എന്നുള്ള സ്ഥലത്ത്, കുറ്റിയാടി തൊട്ടിൽപ്പാലം എന്നുള്ള സ്ഥലത്താണ് വീട് വരുന്നത്. അപ്പോ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ പ്രവീൺ എന്ന വ്യക്തി എന്തുകൊണ്ട് ഈ ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അല്ലെ, എന്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്, എന്തുകൊണ്ട് ഇത്രയും ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കുറെ അനുഭവങ്ങളാണ്. കാരണം വെച്ചാല് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഒരുപാട് ജോലി ചെയ്ത്
ഒരുപാട് ജോലിയിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. കാരണം വെച്ചാല് നമ്മളെ പലപ്പോഴും ആളുകള് പല ജോലിയും ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ജോലി പോയിട്ട് രക്ഷപ്പെടാലോ എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ജോലിയും മോശമായിട്ടുള്ള ജോലി, എല്ലാ ജോലിയും നല്ല ജോലി തന്നെയാണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ പല ജോലികളും വേറെ വേറെ ജോലികൾക്ക് പോകുന്നു ചോദിച്ചു കഴിഞ്ഞാല് നിലവിൽ ചെയ്യുന്ന ജോലി ചെയ്തിട്ട് രക്ഷപ്പെടൂല തോന്നുന്ന സമയത്ത് വേറെ മാറ്റി ചെയ്യും. അതേപോലെ പല ജോലികളും ഗൾഫിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോ അതിനുശേഷം പലപ്പോഴും പല ലീഡേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ദൈവത്തിന്റെ കൈവപ്പ് ചാർത്തിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം ആളുകൾ മനസ്സിലാക്കി ആ ആളുകളൊക്കെ പറയും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണോ എന്നുള്ള ചിന്താഗതിയിലൂടെ നടന്ന വ്യക്തിയാണ്. കാരണം വെച്ചാല് ഞാൻ എന്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഏകദേശം ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 3-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഫാദർ മരണപ്പെട്ടിരുന്നു. അപ്പോ എന്നെ വളർത്തിയതൊക്കെ അമ്മ തന്നെയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു 10 കഴിഞ്ഞ സമയത്ത് തന്നെ സ്വന്തമായിട്ടൊരു ജോലി എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. കാരണം വെച്ചാല് പഠിപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പഠിച്ചോ എന്നുള്ളതൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചോളം ഒരു ജോലി എന്തെങ്കിലും വേണം ഇനിയുള്ള ജീവിതത്തിൽ. കാരണം വെച്ചാല് ഒരു വീട്ടിലൊരു താങ്ങായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാണല്ലോ മുന്നിട്ടിറങ്ങേണ്ടത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച സമയത്ത് ഞാൻ എൻ്റെ ഒരു അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു, ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചിന്തിച്ച സമയത്ത് വണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രൈവറായിട്ട് മാറിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാല് എന്റെ ഫാദറിന്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മോശം ജോലിയായിട്ടല്ല. കാരണം വെച്ചാൽ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാ. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഡ്രൈവർ മേഖലയിലേക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഡ്രൈവർ, അതായത് ലൈസൻസിന് പോലും ഞാൻ എന്റെ മൈൻഡ് കൊടുത്തില്ല, ലൈസൻസ് എടുക്കണമെന്ന് പോലും. വണ്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും. കാരണം വെച്ചാൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു മേഖലയിലേക്ക് പോകണ്ടെന്ന് വെച്ചോണ്ടാ. പിന്നെയുള്ളത് അതായത് എന്താണ് പുതിയതായിട്ടുള്ള ടെക്നോളജി അനുസരിച്ചിട്ട് കാര്യങ്ങൾ, അതായത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറാൻ പറ്റുക. കാരണം വെച്ചാൽ നമ്മളൊരു ജോലി പഠിച്ചു കഴിഞ്ഞാൽ അത് അവസരത്തിനൊത്ത് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കെപ്പോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഗൾഫിൽ പോകാൻ വലിയൊരു ആഗ്രഹം. കാരണം വേറൊന്നുമല്ല, ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നല്ല വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളും നല്ല വാഹനങ്ങൾ എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഗൾഫിൽ പോയ ആളുകളാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഗൾഫിൽ പോയാൽ രക്ഷപ്പെടും. കാരണം വെച്ചാൽ അവിടെ എങ്ങനെയാന്നുള്ളതോ എന്നും എനിക്കറിയില്ലായിരുന്നു. അവിടെ നിന്ന് വരുന്ന ആളുകളെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഗൾഫിൽ ഒന്ന് പോയി കിട്ടിയാൽ രക്ഷപ്പെടുമല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ തെരഞ്ഞെടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മൊബൈൽ ഫോണിന്റെ ഒക്കെ വന്നൊരു കാലഘട്ടത്തിലാണ് എല്ലാവരും ഒന്ന് മൊബൈൽ ഫോൺ, ചെറിയ ഫോണുകൾ ഉപയോഗിക്കുന്ന സമയത്താ. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമേ ഉള്ളൂ, ഇനിയിപ്പം വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ കാലഘട്ടം. അപ്പൊ ആ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം, ആ രീതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റിയ കാര്യം എന്താണെന്നുള്ളത് നോക്കിയത്. മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് പണ്ടേ ഒരു മടിയാ. അത് നമുക്ക് ഫ്രീഡത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി ആയിരുന്നു. അപ്പൊ ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കാം. അപ്പൊ നമ്മളൊക്കെ പറയാ ട്രെൻഡിനൊട്ട്, അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരുന്നതിന് മുന്നേ അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫിലേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നാട്ടിൽ ഒരു ഷോപ്പ് ഇടാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ മൊബൈൽ ഫോൺ ടെക്നീഷ്യന് പഠിക്കാൻ തയ്യാറായെന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഈ ഒരു കോഴ്സ് പഠിച്ചത് എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം രൂപയോടെ ചെലവായിട്ടുണ്ട്. അതൊരു കൊല്ലത്തെ കോഴ്സ് ആയിരുന്നു. കാരണം വെച്ചാൽ 6 മാസത്തെ കോഴ്സിനാണ്, മറ്റേത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ട്രെയിനിങ് നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ സമയത്തും എനിക്ക് നിന്ന ഷോപ്പിൽ നിന്ന് കിട്ടിയത് 100 രൂപ ഒരു ദിവസം. ഞാൻ ഇതൊക്കെ എന്തിനാ പറയാന്ന് വെച്ചാൽ ഈ ബിസിനസ്സായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. നമ്മൾ എന്തിനാ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റ് പല മേഖലയിലും പഠിച്ചിട്ട് എന്താ കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്നെ പോലെയുള്ള ആരെങ്കിലും ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്തുകൊണ്ട് ഞാൻ ബിസിനസ് ഏറ്റെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഈ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിച്ച് അത്രയും സ്കോപ്പ് ഉണ്ട്. കാരണം വെച്ചാൽ ടച്ചിന്റെ ഫോണൊക്കെ ഇവിടെ വരുന്നേ ഉള്ളൂ. ഞാനൊക്കെ പഠിച്ച ചെറിയ ഫോണില്ല, നോക്കിയന്റെ ഒക്കെ ഫോണില്ലേ. അപ്പൊ അങ്ങനെ ഫോണ് പഠിച്ച് അതിന്റെ ട്രെയിനിങ് 1 വർഷത്തോളം എടുക്കുന്ന സമയത്ത് എനിക്ക് സാലറി കിട്ടാണ്ട് ട്രെയിനിങ് എടുത്ത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഷോപ്പിൽ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെയുള്ള വർക്കും കാര്യങ്ങളും കഴിഞ്ഞാൽ ഒരു പൈസയൊന്നും കിട്ടൂല, ചെറിയ എന്തെങ്കിലും 100 രൂപ കിട്ടും, ചിലവിലുള്ള പൈസയും കിട്ടും. അങ്ങനെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ വരുമാനം കിട്ടൂ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്താണ് ഗൾഫിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു.
അങ്ങനെ പറഞ്ഞ സമയത്ത് വളരെ പിന്നെ പോവാൻ ടിക്കറ്റിന് എടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ, കാരണം വെച്ചാൽ നമ്മൾ ജോലി ചെയ്തിട്ട് പൈസയൊന്നും ആയിട്ടില്ല, ട്രെയിനിങ്ങിന് പോയിട്ടേ ഉള്ളൂ. അങ്ങനെ ഉള്ള പൈസയൊക്കെ കടം വാങ്ങിച്ചുകൊണ്ട് ഗൾഫിലേക്ക് പോയ ആഗ്രഹങ്ങൾ, കാരണം വെച്ചാൽ സ്വപ്നം കണ്ടുകൊണ്ടാ പോകുന്നത്. കാരണം വെച്ചാൽ അത്രയും വലിയ ഡെവലപ്മെന്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നാട്ടിൽ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ഗൾഫിലേക്ക് പോയത്. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ഇവിടുന്ന് ഗൾഫ് പോയ ആളുകൾക്ക് എല്ലാം അറിയാം അല്ലെ, പക്ഷെ പോവാത്ത ആളുകൾക്ക് ചിന്തിക്കുന്നത് അവിടെ എങ്ങനെയാണ്, നമ്മളൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ഒരു ആഗ്രഹം. അപ്പം പോയി കഴിഞ്ഞ സമയത്താണ് അവിടെയുള്ള ഡ്യൂട്ടി ടൈം ഒക്കെ നമുക്ക് തിരിയുന്നത്. ഇപ്പൊ എത്ര സമയം മണിക്കൂറുകൾ പണിയെടുക്കണം എന്നുള്ള. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു നിർഭാഗ്യവശാൽ ഞാൻ എത്തിച്ചേർന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, എനിക്ക് സാലറി ഒക്കെ വളരെ കുറവായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ സാലറി ഒന്നുമില്ല. അവിടുത്തെ ചെലവും കാര്യങ്ങളും കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ എൻ്റെ ഒരു ഭാഗ്യ ഇതില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നല്ല സ്ഥലത്ത് എത്താത്തത്. പക്ഷെ എന്റെ കൂടെ വന്ന പല ആളുകളും പല കമ്പനിയിലും കാര്യം ഇന്ന് നല്ല രീതിയിൽ പോസ്റ്റിലും കാര്യങ്ങളെല്ലാം 1 ലക്ഷം മാസത്തിൽ വരുമാനം വാങ്ങുന്ന രീതിയിലേക്കെല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടോ എന്റെ ഒരു ഭാഗ്യ ഇല്ലായ്മ കൊണ്ട് ഞാൻ തന്നെ അവിടെ എന്ത് ചെയ്യുന്നത്, എനിക്ക് വലിയൊരു സാലറി ഒന്നും കിട്ടാത്ത രീതിയിൽ ചെറിയ ഷോപ്പിൽ നിൽക്കേണ്ട, കുറച്ചു കാലം നിൽക്കേണ്ട സ്ഥിതി വന്നു. അപ്പോഴൊക്കെ ചിന്താതി, കാരണം വെച്ചാൽ എടുക്കുന്ന സമയം എത്ര മണിക്കൂർ പണിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ രാത്രി 12 മണിക്കാണ് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നാട്ടിലേക്കെല്ലാം വിളിക്കുന്ന സമയത്ത് 1 മണി 2 മണിയൊക്കെ ആവും. അത് കൂടാതെ ഓരോ മാസവും അവിടെയുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടിയുള്ള കഷ്ടപ്പാട് നിങ്ങൾ നോക്കുക. ഒരു വലിയൊരു ബിസിനസ് ആകുന്ന സമയത്ത് അവിടെ മാസാമാസം നമുക്ക് മീറ്റിംഗ് കൂടുന്ന സമയത്ത് അവിടെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അതായത് ഒരു മാസം ചിലപ്പോൾ 50,000 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, അടുത്ത മാസത്തേക്ക് അത് 1 ലക്ഷം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യും. അതെങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്താലും ഇല്ല. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈന്റ് അല്ലാത്ത മൊബൈൽ ഫോണുവരൊക്കെ കംപ്ലൈന്റ് ആക്കി പൈസ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ സങ്കടമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയേ പറ്റൂ. കാരണം വെച്ചാൽ അത്രയും രീതിയിൽ അവിടുന്ന് നമുക്ക് അതിന്റെ നാട്ടിലെ ഉള്ള എല്ലാ ആളുകളെയും തെറി വിളിച്ചുകൊണ്ടാണ് അവിടുത്തെ മീറ്റിംഗ് കൂടുക, മന്ത്ലി മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും തലവേദന എടുത്ത് എങ്ങനെയെങ്കിലും ഇതൊന്നും നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു എന്താ നമുക്ക് ചോറ് ജസ്റ്റ് ഒരു ചമ്മന്തിയും ചോറും തിന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായി. കാരണം വെച്ചാൽ ആ ടെൻഷനാണ് നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു മൂഡേ ഇല്ല. അപ്പൊ ആ ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മളെ സാലറി കൂടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കേണ്ടത്, നമ്മളെ സാലറി നമ്മൾ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കുള്ള വരുമാനം കൂട്ടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. അപ്പൊ അവരെ എക്സ്പീരിയൻസ് കൂടണം, 1-2 വർഷം കൂടി കഴിഞ്ഞാൽ ചെറിയ പൈസ കൂടും എന്നുള്ളതാ പറയുന്നത്. പക്ഷെങ്കിൽ നമ്മളുള്ള ടാർഗറ്റും കാര്യങ്ങളും നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതലായി ടെൻഷൻ അടിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പൊ അങ്ങനെ 1-2 വർഷം അവിടെ പിടിച്ചു നിന്നു. കാരണം എന്തുകൊണ്ടാണ് പിടിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന ടിക്കറ്റിന്റെ പൈസയും കാര്യങ്ങളൊക്കെ ചെലവാക്കിയിട്ടാ പോയല്ലേ. അതൊക്കെ നമുക്ക് തിരിച്ച് ഉണ്ടാകണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നാട്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം പോയി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ അവിടെ നിന്നതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, സ്വന്തമായിട്ട് തുടങ്ങണം. കാരണം വെച്ചാൽ മറ്റുള്ളവന്റെ കീഴിൽ പണിയെടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. നമ്മളെ കഴിവും കപ്പാസിറ്റി ഉപയോഗിച്ച് നമ്മൾ പഠിച്ച പണിയിൽ നമുക്ക് നാട്ടിൽ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ നാട്ടിൽ തന്നെ ഞാനൊരു ഷോപ്പ് കണ്ടുപിടിച്ച് വേറൊരു സുഹൃത്തിനെയും കൂട്ടി, അവനും മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചാണ്. അങ്ങനെ ആ 2 സുഹൃത്തും കൂടി ഒരു ഷോപ്പ് ഇട്ടു. അപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്, നമ്മൾ കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ വിജയിക്കണമെങ്കിൽ പൈസ കൂടെ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണോ എന്നുള്ളത്. അപ്പൊ അത് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, ഇടക്കിടക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്കറിയാം, ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ സാധാരണ രീതിയിലുള്ള ചെറിയ എന്തെങ്കിലും രീതിയിൽ ലോട്ടറി പീഡിയ തുടങ്ങുന്ന പോലെ തുടങ്ങിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ആളുകൾക്ക് വരണമെങ്കിൽ ഒരു സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ തന്നെ തുടങ്ങണം. എന്നാലും ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഒരു ഷോപ്പ് തുടങ്ങും. സർവീസ് സെന്ററും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ഡെവലപ്മെന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ മൊബൈൽ ഫോണിന്റെ പല വേർഷനുകളും വരാൻ തുടങ്ങിയ സമയത്ത് അത് നന്നാക്കാനുള്ള അല്ലെങ്കിൽ ഉപകരണങ്ങൾ നമുക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ 1 ലക്ഷം ഉറുപ്പിയെല്ലാം വേണം ചില ഡിസ്പ്ലേ ഒക്കെ മാറ്റാനുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഫണ്ട് നമ്മളടുത്ത് കുറയുന്നതോടും നമുക്ക് അതിന്റെ എക്വിപ്മെന്റ് മാറ്റി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നന്നാക്കാനുള്ള ഉപകരണം പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാ ഫോണും നന്നാക്കാൻ പറ്റാണ്ടായി. സ്വാഭാവികമായിട്ട് എന്താവും, ബിസിനസ് കുറയും. അപ്പൊ 2 വ്യക്തികൾ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്ന് കുത്തിരിക്കണം. അപ്പൊ കാഴ്ചക്ക് നോക്കുന്നതാണെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ട്, പ്രവീൺ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു മുതലാളിയാണ് എന്നുള്ള രീതിയിൽ നിൽക്കാം. പക്ഷെങ്കിൽ
നമുക്കുണ്ടാകുന്ന സാലറി അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് തുച്ഛമായ പൈസക്ക് നമ്മൾ നിൽക്കേണ്ട സ്ഥിതി വന്നു. അപ്പൊ അവിടുത്തെ വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. പിന്നെയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ പുതിയ ഫോണുകൾ വരും, അത് വാങ്ങി വെക്കണം. അത് 1, 2 മോഡൽ പോരാ. ആളുകൾക്ക് എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് ഇപ്പോ ആളുകൾ 3G പോലുള്ള MyG പോലുള്ള ആളുകൾ ഷോപ്പിലേക്ക് മാത്രം ആളുകൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സെലക്ഷൻ ഉണ്ടാവും. ആളുകൾക്ക് ഉൽപ്പന്നം കുറെ കാണണം. നമ്മൾ ചില പച്ചക്കറി പീടികയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് തക്കാളിയും കാര്യങ്ങളുള്ള പീടികയിലാണോ നമ്മൾ പോവുക, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാനങ്ങൾ കൂട്ടി വെച്ചുള്ള സ്ഥലത്താണോ പോവുക നമ്മള്? അല്ലെ, ഒരുപാട് സാധനങ്ങളുള്ള സ്ഥലത്തേക്ക് നമ്മൾ സാധനം വാങ്ങിക്കാൻ നമ്മൾ പോകും. കാരണം വെച്ചാൽ നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല കാണാൻ നല്ല കാഴ്ചക്ക് വേണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതേപോലെ തന്നെ മൊബൈൽ ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ രീതിയിലാവാത്തത് കൊണ്ട് തന്നെ ആ കച്ചവടം ഡിമ്മായി, അങ്ങനെ കുറച്ച് പൈസ നഷ്ടത്തിലൊക്കെ ആയി അത് ആ ഷോപ്പ് ഉപേക്ഷിക്കേണ്ട വന്നു. അപ്പോ അങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങാന്നുള്ള രീതിയിൽ ചിന്തിച്ച സമയത്ത് എനിക്ക് വന്നൊരു ബോധ്യം എന്ന് പറയുന്നത്, പൈസ ഈ ട്രഡീഷണൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളെ കഴിവ് മാത്രം പോരാ, പൈസയും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ രീതിയിൽ സ്വന്തമായിട്ട് തുടങ്ങാന്നുള്ള രീതിയിൽ അതവിടെ മാറ്റി വെച്ച് ഒരു പൈസയൊക്കെ പിന്നെ ആക്കണം, എന്നിട്ട് തുടങ്ങാന്നുള്ള രീതിയിലാക്കി. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തെരഞ്ഞെടുത്തത് വെച്ചാൽ ഒരു ആയുർവേദ തെറാപ്പിസ്റ്റ് ആണോ എന്നുള്ളതാണ്. അതിനും നല്ല സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ആയുർവേദത്തിനോട് പണ്ടേ ഒരു താല്പര്യമുണ്ട്. ഇംഗ്ലീഷ് മരുന്നിനെക്കാട്ടും ആയുർവേദത്തിനോട് താല്പര്യമുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഒന്ന് മാറാം എന്നുള്ള രീതിയിൽ പിന്നെയും പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. പിന്നെയും വേറെ മേഖലക്ക് വേണ്ടി സമയം കണ്ടെത്തി അതിനും പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പിടിച്ചു നിന്ന് പിന്നെയും ഒരു 6 മാസം കോഴ്സ് ചെയ്തു. പിന്നെയും ട്രെയിനിങ്ങിന് പോയി പഴയതുപോലെ തന്നെ പിന്നെയും മാറി ചിന്തിക്കാൻ തയ്യാറായി. പിന്നെയും ജോലിക്ക് പോകണമെന്നുള്ള രീതിയിലായി. സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് കൊണ്ട് തന്നെ ജോലിക്ക് പോവാന്നുള്ള രീതിയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? പിന്നെയും പഠിച്ചു. പിന്നെ വേറൊരു കോഴ്സ് പഠിച്ച സമയത്ത് അതിലും നല്ല സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ മുംബൈയില് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാനൊക്കെ സാധിച്ചു. 2-3 വർഷം അവിടെ ഉണ്ടായിരുന്നു. 2 വർഷത്തിന് മേലെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന സമയത്തും എന്ത് ചെയ്യുന്നു? നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള സാലറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ബിസിനസ്സുകാരനെ അല്ലെങ്കിൽ ഒരു വലിയൊരു പണക്കാരനെ കാണുന്ന സമയത്ത് അവൻ ആഗ്രഹിച്ച വീടുകളും അവൻ ആഗ്രഹിച്ച വണ്ടികളും അവൻ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സാധാരണക്കാർക്ക് ഒരിക്കലും പറ്റുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയുള്ളത്, പണക്കാർ എന്നും പണക്കാരായിക്കൊണ്ടിരിക്കുന്നുണ്ട്, സാധാരണക്കാർ എന്നും സാധാരണക്കാരനായി തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കണ്ട സമയത്ത് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിക്ക് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അവിടെയുള്ള സാലറി 10-15 രൂപയാണ്. അപ്പൊ അതൊന്ന് കൂട്ടണമെന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത്, എക്സ്പീരിയൻസ് കൂട്ടണം എന്നാൽ സാലറി കൂടും എന്നുള്ളതാണ്. അപ്പൊ എക്സ്പീരിയൻസ് ആണ് 1-2 വർഷം. ഒരു മിനിറ്റ്. അപ്പോ എക്സ്പീരിയൻസ് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ, അവിടെ നമുക്ക് സാലറി കൂടുന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? മറ്റുള്ള ക്ലിനിക്കുകളിൽ പോയിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങി. അതായത് ചെറിയ ക്ലിനിക്കുകൾ ഉണ്ടാവും, അവിടെയുള്ള ഡോക്ടറെ പോയി കണ്ട് അവിടെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങി. അങ്ങനെ 4-5 അതായത് 4 മണിക്ക് ശേഷം എന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? വർക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഞാനൊരു 10-30 രൂപ ഒരു മാസത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ സാധിച്ചു. കാരണം വെച്ചാൽ ഫുൾ ടൈം ആയി രാവിലെ പോവും, വൈകിട്ട് രാത്രി വരെ വർക്ക് എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യാ നമ്മള് അപ്പോ അങ്ങനെയാണ് ഈ ബിസിനസിന്റെ മുന്നേ പ്രവീൺ എന്ന വ്യക്തി ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് സാലറി കൂട്ടാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് തന്നെ സാലറി കൂട്ടാൻ പറ്റുന്നില്ല. കൂടുതൽ വർക്കിംഗ് ടൈം പണിയെടുത്താൽ തന്നെ ഒരു പരിധി ഉണ്ട് എന്ത് ചെയ്യണമെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ മാമനാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഈ ബിസിനസിന്റെ എന്താണ് മാമൻ ചെയ്യുന്നെന്നുള്ളത്. എന്നോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പ്രവീണെ, ഒരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ട്, അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഫോണിലൂടെ സംസാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. കാരണം വെച്ചാൽ മാമൻ പല ബിസിനസ്സുകൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തില്ല പൊട്ടിപ്പോയിട്ടുള്ള കേസുകളാണ്. അപ്പൊ എനിക്കൊരൊറ്റ ധാരണ എന്ന് വെച്ചാൽ എന്നെയും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ട്. അതുകൊണ്ട് മാമനായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, എസ് ഒന്നും പറഞ്ഞില്ല, നോ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നാട്ടിൽ നമുക്കറിയാം കൊറോണക്ക് ശേഷം അല്ലെ, കൊറോണ സമയത്ത് എല്ലാ ആളുകളെയും പണി പോയിട്ടുണ്ട്. അപ്പൊ ഞാനും അവിടുന്ന് മുംബൈയിൽ നിന്ന് ഇറങ്ങി
അപ്പൊ അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നാട്ടില് സ്വന്തമായിട്ട് ഒരു തൊഴിൽ പഠിച്ചതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചുകൊണ്ട് പിന്നെ എവിടെ ഷോപ്പിൽ നമുക്ക് കാര്യം നിൽക്കാം. അങ്ങനെ സൈഡായിട്ട് ഷോപ്പിൽ നിന്ന് നിൽക്കുന്ന സമയത്താണ് കൊറോണ സമയത്ത് മാമൻ വീണ്ടും വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ മാമൻ വന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാമൻ എന്നോട് പറഞ്ഞത് കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പം വേറൊരു സുഹൃത്തുമായിട്ട് വന്നു, ഒരു ലീഡറുമായിട്ട് വന്നു. നമ്മുടെ തൊട്ടിൽപ്പാലത്ത് തന്നെയുള്ള അനൂപ് സാറാണ്. അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാനന്ന് ഞായറാഴ്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്താണ് വന്നത്. ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ കേൾക്കുക വെച്ചെങ്കിൽ അത് മാമനായത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. വേറെ ആരെങ്കിലും ആറ്റാനായി ഞാൻ പറയും താല്പര്യമില്ല, കേൾക്കാൻ താല്പര്യമില്ല, വിട്ടു എന്ന് പറയും. കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. കാരണം വെച്ചാൽ പറഞ്ഞിട്ട് അവര് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഇത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ സമയം ചോദിക്കുക. അപ്പം പറഞ്ഞു പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഇത് കേൾക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റിൽ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കേട്ടിട്ടില്ല സത്യം പറഞ്ഞാല്. ഇപ്പം പഴയ ആൾക്കാരോടും പ്ലാന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ളല്ലേ. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ പറയുന്നത് ആരും കേൾക്കാൻ വലിയ മൈൻഡ് കൊടുത്തിട്ടുണ്ടാവില്ല. ഞാനും കേട്ടിട്ടില്ല. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് വലിയൊരു മൈൻഡ് ഒന്നും കൊടുത്തിട്ടില്ല തുടക്കത്തിൽ ഇങ്ങനെ ഫയൽ വെച്ച് പറയുന്ന സമയത്ത്. പക്ഷെങ്കിൽ കുറെ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് ചുവന്ന കുറെ കുപ്പികൾ നമുക്കറിയാം. ഈ പ്രൊഡക്റ്റിലെ ചുവപ്പുള്ള കുറെ കുപ്പികളാണ് നിരത്തി വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ മനസ്സിൽ വന്നത്, നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, മരുന്ന് കച്ചവടം ചെയ്താൽ നമുക്ക് മരുന്ന് കച്ചവടം ചെയ്യാനാവില്ല അല്ലെ. ഡോക്ടർമാർ എല്ലാം എഴുതി കൊടുത്തിട്ട് മാത്രം കൊടുക്കുന്ന സംഗതിയാണ്. അതും ചുവന്ന കുപ്പിയിലുള്ള സാധനങ്ങൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സംഗതിക്കെല്ലാം അധികം ചുവന്നതല്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞു ഇതൊരു കച്ചവടത്തിലേക്കേ ഇല്ല. കാരണം വെച്ചാൽ ചുവന്ന കുറെ കുപ്പികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് ഒരു പ്രൊഡക്റ്റ് എന്നെ ഈ ബിസിനസ്സിലേക്ക് പിടിച്ചു നിർത്തിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് ലിവർ ഗെയിൻ എന്നുള്ള പ്രൊഡക്റ്റാണ്. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് 2 വർഷം മുന്നേ മാമൻ ഈ ബിസിനസ് പറയുന്നതിന് മുന്നേ 2 വർഷം മുന്നേ എന്റെ കൈ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പ്രൊഡക്റ്റ് എന്താന്നുള്ളത് നമ്മൾ കണ്ടത് ഒരിക്കൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചു. അപ്പോഴെന്നോട് പറഞ്ഞ ഗ്യാസിന് നെഞ്ചരിച്ചില്ല നല്ല പ്രൊഡക്റ്റ് ആണ്, വായ്പുണ്ണ് വരാണ്ടിരിക്കാൻ നല്ല പ്രൊഡക്റ്റ് ആണ്, അങ്ങനെ കുറെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ കുറെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, മാമനോട് പറഞ്ഞൊരു കാര്യം, ഇതൊരു മരുന്നാണ്, ഇതൊരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് എനിക്ക് മുംബൈയിൽ നിൽക്കുന്ന സമയത്ത് 2 വർഷം മുന്നേ എനിക്ക് അവിടെ നിന്ന് ഒരു മഞ്ഞപ്പിത്തത്തിന്റെ സ്റ്റാർട്ടിങ് ആയി. കാരണം വെച്ചാല് ഞാൻ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. കാരണം വെച്ചാൽ അടുത്ത ഭക്ഷണത്തിന്റെ നമ്മളെ വെള്ളത്തിന്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലായിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് അവിടുന്ന് മഞ്ഞപ്പിത്തം വന്ന സമയത്ത് ഞാൻ അവിടെയുള്ള മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറെ കണ്ട സമയത്ത് ആയുർവേദ ഡോക്ടർ എനിക്ക് എഴുതി തന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അന്ന് മരുന്ന് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് കൃത്യമായിട്ട് പറയുന്നെങ്കിലും അന്ന് മരുന്ന് എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, പ്രവീൺ ഇത് കുറച്ച് റേറ്റ് ഒക്കെ കൂടും, എന്നാലും ഇനി 2-3 മാസം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ അന്ന് എന്നെ കൃത്യമായി ഡോക്ടർ നേരിട്ട് തന്നെ വിളിച്ചു ചോദിക്കും, പ്രവീണെ നമ്മുടെ പ്രൊഡക്ട്സ് കഴിക്കുന്നില്ലേ, എങ്ങനെയുണ്ട് ഇപ്പോ, ഛർദിക വരുന്ന പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വയറിന് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അന്ന് നമ്മൾ ഡോക്ടർ ആയത് തരുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് കഴിക്കും അല്ലെ. ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിശ്വാസം നമുക്ക്. അപ്പൊ കറക്റ്റ് 3 മാസത്തെ അല്ലെങ്കിൽ 3 ബോട്ടിൽ കൃത്യമായിട്ട് ഞാൻ കഴിക്കാൻ തയ്യാറായി. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം മാറി കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുകൾ എന്താ പറയാ, പുറത്തുള്ള സ്ഥലത്താണ്, പ്രവീൺ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം. കാരണം വെച്ചാൽ മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്, അപ്പൊ അവിടെയൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടില്ല, അതുകൊണ്ട് നീ ദയവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരണം, നമുക്ക് ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പം പക്ഷെങ്കിൽ ഈ ഒരു 3 ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ എന്റെ പല പ്രശ്നങ്ങളും മാറി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കണ്ട, എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം വെച്ചാൽ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് ഭക്ഷണം അധികം ഫുഡൊന്നും അധികം കഴിക്കില്ല. കാരണം കുറച്ചേ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് ഫുള്ളായ പോലെ ഒരു ഫീലിംഗ് വരും. രണ്ടാമത് ഛർദ്ദിക്കാൻ വരുന്ന പ്രശ്നങ്ങൾ, ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഓവറായിട്ട് കഴിച്ച പോലെ തോന്നും, ഛർദ്ദിക്കാൻ വരുന്ന പല പ്രശ്നങ്ങളും. അപ്പൊ അതങ്ങ് മാറിക്കിട്ടിയതിനു ശേഷം എനിക്ക് തന്നെ തടിക്കുന്ന ഒരു ഉഷാറ് വന്നു. കാരണം വെച്ചാൽ നമ്മൾ വയറ് റെഡി ആയാൽ തന്നെ എല്ലാം ഓക്കെ എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് മാറിയതുകൊണ്ട് പ്രോഡക്റ്റിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാരണം ആ മരുന്ന് എന്നുള്ളത് തന്നെ ഞാൻ പറയും, ആ മരുന്ന് എന്നുള്ള രീതിയിലേക്കായിരുന്നു അന്ന് കണ്ടത്. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ആ പ്രൊഡക്റ്റിൽ ഓരോന്ന് എടുക്കാറുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു സാധനം നമ്മളെ നാട്ടിൽ ഈ മരുന്ന് കിട്ടുമെന്ന് ചോദിച്ച് അന്വേഷിച്ച് പോയ സമയത്ത് ഒരു മെഡിക്കൽ ഷോപ്പിലും ഇല്ല, ഒരു ആയുർവേദ ഷോപ്പിലും ഈ ഒരു ചുവന്ന കുപ്പി കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മുംബൈയിലെ മെഡിക്കൽ കോളേജിൽ അവര് മാത്രം ഉണ്ടാകുന്ന പ്രൊഡക്റ്റാ അല്ലെങ്കിൽ മരുന്നാണിത്, നാട്ടിൽ കിട്ടൂല എന്നുള്ളത്.
അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാമനോട് ഇത് കേട്ട സമയത്ത് ഞാൻ തർക്കിച്ചു, ഇത് മരുന്നാണ്, ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് അപ്പോഴും പറഞ്ഞൊരു വാക്കാണ് വെൽനെസ് ആന്നുള്ളത്. അന്ന് കേൾക്കുന്ന ഒരു വാക്കാ, ഇതുവരെ കേട്ടിട്ടൊന്നുമില്ല. ഒരു വെൽനെസ് പ്രൊഡക്റ്റ് ആണ് ഇത്, നമുക്ക് കഴിക്കണമെങ്കിൽ ഡോക്ടർമാർ ആവശ്യമില്ല, നല്ല ഫുഡ് സപ്ലിമെന്റ് ആണ് എന്നുള്ളത് ഒക്കെ കേട്ടത്. അപ്പൊ തുടക്കത്തിലാണ്, അപ്പൊ പിന്നെയാണ് ആവശ്യത്തിനെ കുറിച്ചിട്ടുള്ള എന്നോട് വീണ്ടും 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 പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചു. അവര് പോയ ശേഷം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ അവിടെ നിന്ന് വെക്കുന്ന ഒരു മരുന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്, ഇതിന്റെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളോ പറഞ്ഞൂടാ, ചിലപ്പോ മാമൻ അകത്താകേണ്ടി വരും. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, മാമൻ ഈ ബിസിനസ്സിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ളതാണ്. കാരണം വെച്ചാല് നമ്മളെ ഒരു കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്തിട്ട് നാണക്കേട് ഉണ്ടാകണമെന്ന് വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറായി. കാരണം വെച്ചാൽ അതൊന്ന് വിളിച്ചു ചോദിച്ചു, ഡോക്ടറെ വിളിച്ചു ചോദിച്ചു, സാറേ ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ലിവഗെയിൻ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് സാർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു മരുന്നായിട്ട്, ഇതാണ് കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു ഒറ്റ കാര്യമുള്ളൂ, പ്രവീൺ അതൊരു മരുന്നല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇന്ന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഒരു പ്രൊഡക്റ്റാണ്, ഞാൻ എന്റെ ക്ലിനിക്കിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ കാര്യമാണ്, ഞാൻ എന്റെ ക്ലിനിക്കിൽ, ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും എന്റെ പേഴ്സണൽ ക്ലിനിക്കിൽ വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രവീണിനോടുള്ള പരിചയം കൊണ്ട് ഇതുള്ളത് കൊണ്ട് പ്രവീണിന് ആ മരുന്ന് ഞാൻ റെക്കമെൻഡ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്താ ധൈര്യമായിട്ട് കഴിച്ചോ എന്നൊരു കോൺഫിഡൻസ് ഡോക്ടർ പറഞ്ഞതിന് ശേഷം, അതായത് ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഉണ്ടായ ഒരു കോൺഫിഡൻസ്, അതൊരു മരുന്നൊന്നല്ല, ഫുഡ് സപ്ലിമെന്റാ, അത് ആർക്കും കഴിക്കുക, അങ്ങനെ ഡോക്ടർക്ക് തന്നെ തരണമൊന്നുമില്ല, ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പം പ്രൊഡക്റ്റിൽ 100% എനിക്ക് വിശ്വാസം വന്നു. കാരണം ആ കോൺഫിഡൻസ് വന്നു. ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാ, അതാണ് നമ്മളൊക്കെ അങ്ങനെ തന്നെയാ, ഡോക്ടറാണ് തന്നെങ്കിൽ നമ്മൾ എല്ലാ കാര്യം കൃത്യമായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൽ വിശ്വാസമായി. പക്ഷെങ്കിൽ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, മാമനൊക്കെ വന്നിട്ട് ഇതിന്റെ അകത്ത് പ്രവീണെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ബിസിനസ് ചെയ്യാന്നുള്ളത്. എനിക്ക് ദഹിക്കാത്തൊരൊറ്റ കാര്യം അതേനുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് പല കച്ചവടവും ചെയ്തിട്ടുണ്ടെങ്കിലും, പല ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒക്കെ ഞാൻ കണ്ടൊരു കാര്യം, പൈസ ഇൻവെസ്റ്റ് ചെയ്താലേ ബിസിനസ് നടക്കും. ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇല്ലാണ്ട് കച്ചവടം നടക്കൂല, ഒരു കാരണവശാലും കച്ചവടം നടക്കൂല. അപ്പൊ അങ്ങനെയുള്ള മൈൻഡുള്ള എന്നോട് പറയാ, പ്രവീണ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, നിനക്ക് കച്ചവടം ചെയ്യാം. അപ്പൊ നിനക്ക് ആരെ പോലെയാണ് ആ രീതിയിലേക്കുള്ള കച്ചവടം ഇവിടെ ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നുള്ളത്. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരിക്കലും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക, പല ആളുകളും ഈ ബിസിനസ് ചെയ്യുമ്പോൾ വരാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരന്റെ മൈൻഡിൽ ഒരിക്കൽ പോലും ബിസിനസ് മൈൻഡ് ഉണ്ടാവില്ല. ചില ആളുകൾക്ക്, പല ആളുകൾക്ക് ചെറുപ്പത്തിലെ ബിസിനസ് മൈൻഡ് ഉണ്ടാവും. പല ആൾക്ക് അറിയാം, ചില ഫാമിലിയിലെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക് അറിയാം ഇതെങ്ങനെയാണെന്നുള്ളത്. പക്ഷെങ്കിൽ എന്റെ ഒരു മനസ്സിൽ വരുന്നത്, ലക്ഷങ്ങളും കോടികളും ചെലവാക്കാണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ഇത് പക്ക ഉടായ്പാണ്. അങ്ങനെ പക്ക ഉടായ്പാണ്. കാരണം ഇതെല്ലാം ആയിരിക്കും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന 2,10,000 രൂപ ഇതൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? സാധാരണക്കാര ആളുകളെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ട്. ഇത് നാളെ ഞാനും ഇത് നാട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രവീൺ ഒരു മോശക്കാരനായിട്ട് വരും. പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു ഉടായ്പ കാണിച്ചാൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാം. പക്ഷെ സ്വന്തം നാട്ടില് നല്ല കച്ചവടം അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള മോശം വരുത്തും എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. കാരണം എന്തൊരു സംഗതി, കാരണം ഞാൻ ഈ ബിസിനസ് നോക്കുന്ന സമയത്ത് എന്റെ മാമനെ എന്റെ കുടുംബത്തിൽ ഏറ്റെടുത്തിട്ടുള്ളൂ, വേറൊരു കുട്ടി ഏറ്റെടുത്തിട്ടില്ല. എന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, എന്റെ അമ്മയുടെ അച്ഛനൊക്കെ ഒരു കൃഷിക്കാരനാണ്. ഒരിക്കൽ പോലും ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം ചെയ്ത ആളുകൾക്കൊന്നും എന്തില്ല, ഈ ഒരു ബിസിനസ് ചെയ്ത ആളുകൾ എന്റെ നാട്ടിലല്ല, എന്റെ കുടുംബത്തിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം, ഇതൊന്ന് പഠിക്കണം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഏതൊരു മേഖല പുതിയതിനെ കുറിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 കോഴ്സ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് മൊബൈൽ ടെക്നീഷ്യൻ ആണ്, ഒന്ന് ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ്. രണ്ടും ഞാൻ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് എന്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് അവിടുന്ന് വരുമാനം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഒന്ന് പഠിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രവീൺ ഒരു പേരും അഡ്രസ്സും തന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് നിനക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുത്ത് എനിക്ക് കുറച്ച് കൊടുക്കാം, അത് കിട്ടിയ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. സ്വാഭാവികമായിട്ട് ഞാൻ 2,10,000 ഒക്കെ മറന്നു, ആഴ്ചയിൽ കിട്ടുന്ന വരുമാനം ഒക്കെ മറന്നു. കാരണം വെച്ചാൽ അതൊന്നും കിട്ടൂല. മുടക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നം തരുന്നുണ്ടോ? 130 കൊടുത്താലും പേസ്റ്റ് കിട്ടുന്നത് അത് 180 റുപ്യക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പേസ്റ്റ് വാങ്ങി വിറ്റാൽ 50 റുപ്യ ലാഭം കിട്ടും, ഒരു സോപ്പ് വാങ്ങി വിറ്റാൽ 25 റുപ്യ ലാഭം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം വണ്ടിക്ക് എണ്ണ അടിക്കാനുള്ള പൈസ അതിലൂടെ ഉണ്ടാക്കാം. അത്ര മാത്രമേ ഞാൻ ഈ ബിസിനസ്സിലെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാല് ആ കൊറോണ സമയത്തായിരുന്നു നമുക്കൊക്കെ കയ്യിൽ ഒരു 5-ന്റെ പൈസ ഇല്ലാത്ത സമയത്താണ്. ഒരു 5-ന്റെ പൈസ ഇല്ലാത്ത സമയത്ത് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു മോതിരം മാത്രം പണയം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു തീരുമാനത്തിൽ മാത്രം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ വൈഫിന് ഏറ്റവും കൂടുതൽ എതിരായി. കാരണം എതിർപ്പ് എന്നൊന്നല്ല, കാരണം വെച്ചാൽ എതിരായിട്ട് അങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ല, പക്ഷെങ്കിൽ എന്നാൽ പോലും നമ്മൾ ഒന്നിൽ പെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചിലപ്പം ഭാര്യമാര് എതിർക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറായി. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് നാട്ടിൽ വിറ്റ സമയത്ത് എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത്, തുടക്കത്തിൽ ഞാൻ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറെ വീട്ടിൽ പോയ സമയത്ത് എന്നോട് ദുഃഖകരമായിട്ടുള്ള കാര്യം വെച്ചാൽ, പ്രവീണെ നീ ഇത്രയൊക്കെ പഠിച്ച് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ആയുർവേദ തെറാപ്പിസ്റ്റ് ഒക്കെ പോയിട്ടില്ല, നല്ല ജോലി ആയിരുന്നില്ലേ, മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചിട്ടില്ലേ, എന്നിട്ട് ഈ സോപ്പും പേസ്റ്റും നിൽക്കണോ? അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചു. നിനക്ക് എന്തൊക്കെ പണിയുണ്ട്, ഇത് ഇങ്ങനെയുള്ള സോപ്പും പേസ്റ്റും വിറ്റിട്ട് വേണോ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ്, നീ എന്തായാലും വന്നതല്ലേ, നീ ഒരു കച്ചവടം കൊണ്ട് വന്നതല്ല, അതുകൊണ്ട് ഞാനൊരു പേസ്റ്റ് വാങ്ങാം. അങ്ങനെ പല വീട്ടിലും പ്രവീണിന്റെ തന്നത് കൊണ്ട് മാത്രം സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചു. അങ്ങനെ സാധനം വാങ്ങി ഉപയോഗിച്ച സമയത്ത് ഞാൻ അന്നത്തോടെ നിർത്തി. കാരണം വെച്ചാൽ ഇങ്ങനെ ആളുകളെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ സോപ്പ് വേണോ പേസ്റ്റ് വേണോ ചോദിക്കാനാവില്ല. കാരണം വെച്ചാൽ നമുക്കത് ശീലമില്ല. കാരണം വെച്ചാൽ നമ്മൾ കച്ചവടം ചെയ്തിട്ട് ഒരു പെണ്ണ് പോലും നമ്മൾ അങ്ങനെ കൊണ്ടുപോയി നടന്ന് വിറ്റിട്ടോ കാര്യങ്ങളോ, സർവീസ് മൊബൈൽ ടെക്നീഷ്യൻ ആണ്, അങ്ങനെ നിന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ആളുകൾക്ക് സാധനം കൊടുത്തിട്ടോ വിറ്റിട്ടോ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര മടിയായി ഈ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 10-15 പ്രൊഡക്റ്റിന്റെ അത് വിറ്റതിന് ശേഷം എന്തായി, കീശയില് ഏകദേശം ഒരു 10-15 പ്രൊഡക്റ്റ് വിറ്റിന് ലാഭം കിട്ടിയതിനു ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചെലവാക്കിയ പൈസ തിരിച്ചിട്ടില്ല, ഇനി രക്ഷപ്പെട്ട്, ഇനി ഈ പ്രൊഡക്റ്റ് എടുക്കണ്ട, കച്ചവടം കഴിഞ്ഞു തീർന്നു എന്ന് നിർത്തി എന്ന് പറഞ്ഞതാ. പക്ഷെ സ്വാഭാവികമായിട്ട് ഒരൊറ്റ കാര്യം നടന്നു. അവിടെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാ. ഈ പറഞ്ഞ ടീച്ചർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പ്രവീണെ ഇതിന്റെ പേസ്റ്റ് ഗംഭീര പേസ്റ്റാ, എന്റെ പല്ല് വേനയുണ്ടേനു അതങ്ങ് പോയിക്ക്, ഇടക്കിടക്ക് ഉണ്ടാകുന്ന പല്ല് വേന അതിപ്പോ ഒരു പ്രശ്നമില്ല, എനിക്ക് വേറെ പേസ്റ്റ് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു സുഖം കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരു പേസ്റ്റും കൂടി കൊണ്ടു തരണമെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ലല്ലോ, എന്റെ പ്രോഡക്റ്റ് ഫുള്ള് വിറ്റ് തീർന്നേക്ക്. ഞാൻ മാമന്റെ അടുത്തേക്ക് പോയി ഒരു പേസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പേസ്റ്റ് എന്റെ ഇവിടുന്ന് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ കൊടുത്ത ആളുകളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി പല പ്രോഡക്റ്റുകൾക്കും. ലിവാഗൈന് കൊടുത്ത ആളുകൾ പറഞ്ഞു, പുണ്ണിന്റെ ഒപ്പം കുറച്ച് സമാധാനമുണ്ട്, ഒരു ബോട്ടിലും കൂടി വേണം. അല്ലെങ്കിൽ കവചപ്രാശം കൊടുത്ത സമയത്തും അതിനുള്ള റിസൾട്ട്, ഒരുപാട് റിസൾട്ടുകൾ. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് ചെറിയ ഫസ്റ്റിൽ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. രണ്ടാമത് ആളുകൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വേഗം എടുത്തു കൊടുത്താൽ മതി. ഫസ്റ്റ് പറയേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. രണ്ടാമത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ഒറ്റ പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ, നല്ല പേസ്റ്റിന്റെ കാര്യങ്ങൾ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ രണ്ടാമതുള്ള കാര്യം പേസ്റ്റ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ രണ്ടാമത്തെ കച്ചവടത്തിന് വലിയ പ്രാധാന്യം വന്നിട്ടില്ല, റീപർച്ചേസിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാ. അപ്പൊ ഏതൊരു ബിസിനസിന്റെയും ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ റീപർച്ചേസിങ് നടക്കുന്നുണ്ടോ എന്നുള്ളതാ. ഏത് കച്ചവടം ആയി കഴിഞ്ഞാലും നമ്മളിപ്പം കാണാം പല കമ്പനികളുണ്ട്, ഒരിക്കല് വാങ്ങിച്ചാൽ മതി പിന്നെ വാങ്ങിക്കണ്ടെന്ന് പറയും. അപ്പൊ ഈ പ്രൊഡക്റ്റുകളൊക്കെ റീപർച്ചേസിങ് പ്രൊഡക്റ്റാന്ന് മനസ്സിലായ ശേഷം പിന്നെ രണ്ടാമത് ചെയ്ത് ഞാൻ പല മീറ്റിങ്ങുകളും പ്രോഗ്രാമിലും പോയി. കാരണം വെച്ചാൽ ഇത് പഠിക്കണം കൃത്യമായിട്ട്. ഞാൻ നിങ്ങളോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ സ്വാഭാവിക ബുദ്ധിയിലെടുത്ത് ഏത് സാധാരണ കച്ചവടം ചെയ്യുന്ന മൈൻഡിലെടുത്ത് ഈ ബിസിനസ്സിന് കാണാതെന്ന ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ചെറിയൊരു അഹങ്കാരം ഉണ്ട്. കാരണം ഞാൻ മൊബൈൽ ഷോപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ മൊബൈൽ കച്ചവടം ചെയ്ത വ്യക്തിക്ക് ഈ സോപ്പും പേസ്റ്റും കച്ചവടം ചെയ്തുകൂടെ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ഈ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കില്ല. ഇതിനൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറായ സമയത്ത് ഞാൻ ഫോണിൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിനെന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, കാരണം ഇത് പഠിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ ഒരു STD ബൂത്ത് തുടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കാര്യമില്ല. അപ്പൊ അതേപോലെ ഈ മേഖലക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കിയത്, ഞാനിത് 140 യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഈ ഒരു ഡിഗ്രി പോലെ പഠിപ്പിക്കുന്നുണ്ട്. കുറെ കുട്ടികളെ ഞാൻ മുമ്പ് മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ച പോലെ തന്നെ, ആയുർവേദ തെറാപ്പിസ്റ്റ് പഠിച്ച പോലെ തന്നെ കുറെ കുട്ടികളെ ഇത് പഠിച്ച് വരാനുണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഒരു 3 വർഷത്തെ കോഴ്സ് പോലെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പം കിട്ടുന്ന വരുമാനം, സോപ്പ് വിറ്റാലും നമുക്ക് അക്കൗണ്ടിൽ കൂടി കിട്ടുന്ന ഒക്കെ പൈസ എന്താണ്, ഇതിന്റെ ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് തരുന്ന, പഠിക്കാൻ വേണ്ടി തരുന്ന പോലുള്ള ഒരു എമൗണ്ടാ. അപ്പൊ അങ്ങനെ ഈ ബിസിനസ് ഒന്ന് പഠിക്കാൻ തയ്യാറായി. കാരണം വെച്ചാല് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്നത് പോലെ MBBS പഠിക്കുന്നത് പോലെ എന്ത് ചെയ്തു, ഇതൊന്ന് പഠിക്കാൻ തയ്യാറായി. അങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെ GTSകളിൽ പോയി ഇരുന്നു. ഇതെങ്ങനെയാ ഇതിന്റെ പ്ലാന്, ഇതെങ്ങനെ ആളുകൾ കിട്ടുന്നുണ്ടോ, ഈ വിറ്റ പൈസ കിട്ടും നല്ല പ്രൊഡക്റ്റാ. രണ്ടാമത്തെ ദിവസം 2,10,000 വാങ്ങിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കൽ കുറ്റ്യാടി മീറ്റിങ്ങിൽ പോയ സമയത്ത് എനിക്ക് അവിടെ വന്നൊരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം മുന്നേ നാട്ടിലൊക്കെ പരിചയമുള്ള ഒരാളാണ്, പേര് പറഞ്ഞാലൊക്കെ മനസ്സിലാകുന്ന ആളാണ്.
അപ്പൊ നിങ്ങൾക്ക് ഇന്ന് അറിയാം അദ്ദേഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് എന്നെ ഇങ്ങനെ ഇത്രയും കൂടെ അട്രാക്ഷൻ ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിന് പോയ ശേഷം. കാരണം എന്ന് വെച്ചാല് ആ പ്രോഗ്രാമിൽ പോയ ശേഷം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 7ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. എനിക്കറിയാം അദ്ദേഹത്തിന് ആ നാട്ടിലുണ്ടാകുന്ന ആളെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാം. അങ്ങനെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ആഴ്ചയിൽ 2,10,000 വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രൂഫ് കാണിച്ചു തന്നു, ഇങ്ങനെ പ്രൂഫ് കാണിച്ചു തന്നു. അപ്പൊ അങ്ങനെ പ്രൂഫ് കാണിച്ച സമയത്ത് എനിക്കും ബോധ്യപ്പെട്ടു, ഒരു വ്യക്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കാരണം അതുമല്ല 7ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു കൂലിപ്പണിക്കാരനായ ഇന്ന് പള്ളിയത്ത് സ്വദേശിയായിട്ടുള്ള ശ്രീധരൻ സാറ് അല്ലെങ്കിൽ ശ്രീധരൻ എന്ന വ്യക്തി, നമ്മുടെ ശ്രീധരേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു +2 ഒക്കെ എങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, +2 പഠിച്ചിട്ടുണ്ടോ, +2 വരെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അദ്ദേഹം ഞാൻ നോക്കുമ്പോൾ പല ജോലികളും പോയിട്ടുണ്ട്, പല പണിക്കും പോയിട്ടുണ്ട്, അത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാ. അപ്പൊ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പ്രവീണെ, നിന്റെ കഴിവും കപ്പാസിറ്റിയും നീ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിനക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. ആ ഈ ഒരൊറ്റ തിരിച്ചറിവിന്റെ മൂലം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, വൈ, എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ശ്രീധരൻ ചെയ്ത എന്തോ ഒരു പണി പ്രവീണ് ചെയ്ത പ്രവീണിന് കിട്ടും. അതാണ് അതിൻ്റെ അകത്തൊരു മെത്തേഡ്. കാരണം വെച്ചാൽ പല ആളുകളും പല മേഖലയിലും പണിയെടുത്തിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയിച്ച വ്യക്തി എന്താണോ ചെയ്യുന്നത് ആ പണി നമ്മൾ എടുത്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രീധരൻ സാറോട് ചോദിച്ചത്, സാറേ ഇതെങ്ങനെ സാറ് വിജയിച്ചു എന്ന് ചോദിച്ചാൽ മതി. സാറ് പറഞ്ഞ് സിസ്റ്റത്തിലേക്ക് കാര്യം നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായി സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ്, ഈ ഒരു പ്രോഗ്രാം ഒരു സിസ്റ്റമാണ് പ്രവീണെ, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം, ലീഡർ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതി, വേറൊന്നും നിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് തലയിൽ മുന്നേ എന്തുണ്ടായിരുന്നോ അതെല്ലാം എടുത്ത് കളയാ, ഫ്രഷ് മൈൻഡോട് തുടങ്ങാം. ഞാൻ പണ്ട് മൊബൈൽ ടെക്നീഷ്യൻ ആണ്, ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ്, ആനയാണ്, കുതിരയാണ്, എല്ലാം ഒന്ന് എടുത്തു മാറ്റി ഒരു തുറന്ന പാത്രമായിട്ട് എന്റെ ലീഡേഴ്സിന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ ആ സമയത്ത് ലീഡേഴ്സ് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ളത് തന്നെയുള്ളൂ. സിമ്പിൾ ആണ് ഈ ബിസിനസ്, വളരെ സിമ്പിൾ ആണ്. പക്ഷെങ്കിൽ ഈ ബിസിനസ് സിസ്റ്റമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുമായിരിക്കും. എന്തുകൊണ്ട് ആളുകൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുതൽ മുടക്ക് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ ബിസിനസ്സിൽ 15,000 രൂപേന്റെ പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം ഞാൻ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോയിട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് സാധനം ഇല്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, കാരണം വെച്ചാൽ ബിസിനസ്സുകാരന്റെ മൈൻഡ് ഇല്ല. അതിനുശേഷം ഞാൻ ഒരു 50 രൂപയുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്തു. അതിന് മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് വരുമാനം ഉണ്ടാക്കുക. കാരണം എന്ന് വെച്ചാല് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലേ വിൽക്കാൻ പറ്റൂ, നമ്മൾ ഒരാളോട് പറയാൻ പറ്റും. ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞാലല്ലേ ആളുകൾ നമ്മളെ കൂടെ വരും. അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിൽക്കാൻ പറ്റൂ എന്നുള്ളതും, ഒരു 50,000 രൂപ പ്രൊഡക്റ്റ് സ്റ്റോക്ക് വെച്ച സമയത്ത് എന്റെ മൈൻഡ് ചിന്തിച്ചൊരു ബിസിനസ്സുകാരനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനൊരു വ്യക്തി ഒരു 10-15 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാനേ ഉണ്ടാവും, വിൽക്കാൻ ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വീട്ടിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതൊന്ന് പഠിക്കണം, ഇതൊന്ന് വിൽക്കണം. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് 95 വിൽക്കുക എന്നുള്ളതാണ്. സോപ്പും പേസ്റ്റെല്ലാം എല്ലാവർക്കും വെക്കുവാൻ പറ്റും. 95 എന്ന് പറയുന്ന ഒരു പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ട്, അതിന് 3,700 രൂപ, അന്ന് 3,000 രൂപയാണ് വില വരുന്നത്. അപ്പൊ അതൊന്ന് വിറ്റ് കിട്ടിയാല് 500 രൂപ ലാഭം ഉണ്ടാവും. അതൊന്ന് വിൽക്കുവാൻ പറ്റുമോ എന്നുള്ളതാ. അങ്ങനെ 95നെ കുറിച്ച് പഠിക്കുവാനും കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് 95 കൊടുക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് 95 കച്ചവടം ചെയ്തതിനു ശേഷം എന്റെ ഉണ്ടായുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്കും കച്ചവടം ചെയ്യാൻ പറ്റും. അങ്ങനെ റീറ്റെയിൽ ചെയ്യാൻ തയ്യാറായി. കാരണം വെച്ചാൽ റീറ്റെയിൽ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ഉയരും, നമ്മുടെ കപ്പാസിറ്റി ഉണരും. കാരണം വെച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ അത് നമ്മളെ ലീഡർഷിപ്പിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ കൃത്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ഈ ഒരു സ്വന്തമായിട്ട് പ്ലാന് പറയണം എന്നുള്ളതും. കാരണം വെച്ചാൽ എന്റെ ബിസിനസ് ആണ്, മറ്റുള്ളവന്റെ ബിസിനസ് അല്ല. കാരണം വെച്ചാൽ ഞാനൊരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാനാണ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതും അവിടെ വർക്ക് ചെയ്യേണ്ടതും. അതേപോലെ ഞാനിവിടെ ഒരു 10-50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മൈൻഡോട് കൂടി ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷങ്ങൾ ചെയ്ത് എന്നുള്ള മൈൻഡോട് കൂടി ഇറങ്ങിയാൽ മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. പല ആളുകൾ ഈ ബിസിനസ് നിന്ന് വിട്ടുപോകാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. കാരണം വെച്ചാൽ ആർക്കും കാര്യം വരാം, ഈ ബിസിനസ്സിൽ ആർക്കും കാര്യം വരാം. നിങ്ങൾ നോക്കി നോക്ക്, ഇന്ന് ഏറ്റവും കൂടുതൽ എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ഈ ബിസിനസ് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. ഞാനും കാണിച്ചു തരാം, ഇഷ്ടം പോലെ ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്. കാരണം വെച്ചാല്
മുതൽ മുടക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇതിന്റെ സീരിയസ് ഉണ്ടാവില്ല. ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാ പല ആൾക്കാർ ഈ ബിസിനസ് കാണുന്നത്. ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ ഒന്ന് കാര്യം നോക്കാം. കുറെ ആളുകൾ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, എനിക്കും കിട്ടിയാലോ. അപ്പൊ ആ രീതിയിലാണ് ആളുകൾ കാണുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒരു ഇന്റർവ്യൂ ഇല്ല. ഈ ബിസിനസ് കാര്യം നിൽക്കാൻ ഇന്റർവ്യൂ ഇല്ല. അങ്ങനെ ഇന്റർവ്യൂ ഉണ്ട് പല ആൾക്കാർക്ക് ഈ ബിസിനസ് കിട്ടൂല. ഞാൻ പറയുന്നതാണ്, ഒരു ഇന്റർവ്യൂ വെച്ചിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പല ആൾക്കാർക്ക് ഈ ബിസിനസ് കിട്ടൂല. അപ്പൊ ആ രീതിയിലേക്ക് ഈ ബിസിനസ്സിന് ഒരു വലിയൊരു ബിസിനസ് അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ ആളുകൾ തയ്യാറാവണം എന്നുള്ളതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഈ ബിസിനസ്സുമായിട്ട് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വിജയിക്കാൻ പറ്റും. എന്താണ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ഈ മോർണിംഗ് മീറ്റ് സിസ്റ്റം ആണ്. കാരണം വെച്ചാൽ എനിക്കറിയാം, വേറെ ഒരു ട്രെയിനിങ്ങിന് പോയിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ രീതിയിലേക്ക് മാറും. എന്റെ പേഴ്സണാലിറ്റി, കാരണം വെച്ചാൽ ഈ ബിസിനസ്സിൽ വരുന്ന ഫസ്റ്റ് ഉണ്ടാകുന്നത് പൈസയല്ല, പേഴ്സണാലിറ്റിയിലുള്ള മാറ്റമാണ്. പ്രവീൺ എന്ന വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ ഉണ്ടായത് പൈസ അല്ല ഫസ്റ്റ്, വരുമാനമൊക്കെ വരും, ഇനിയും വരാനുണ്ട്. ഇതൊക്കെ ഒന്നല്ല എന്റെ അച്ചീവ്മെന്റ്, ഇതൊന്നല്ല. പക്ഷെ ഇന്ന് 1000-ന് മേൽ ആളുകളെ മുന്നിൽ നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി തന്നത് ഈ ഒരു ബിസിനസ്സിലൂടെ മാത്രമല്ല. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു സംഗതിയാണ്. നാട്ടിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, പൈസ ഉണ്ടാക്കാനുണ്ട്. പക്ഷെ നല്ലൊരു മനുഷ്യനായി ജീവിക്കാനും നല്ലൊരു വ്യക്തിയായിട്ട് മാറാനുള്ള അവസരം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഡയറക്ട് സെല്ലിങ്ങിനേ ഉള്ളൂ. ഇന്ന് അഭിമാനത്തോട് പറയാം. കാരണം വെച്ചാൽ പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ടെങ്കിലും ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള ഇന്നൊരു കമ്പനിയിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഞാൻ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈശ്വര ഒരു അവസരം തരണേ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ദൈവത്തിന്റെ പാതി ദൈവം പണി തീർത്ത് കഴിഞ്ഞു. കാരണം വെച്ചാല് നല്ലൊരു ആ കമ്പനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി എടുക്കേണ്ട പണി എന്റേതാണ്, അത് ഞാൻ എടുക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള കപ്പാസിറ്റികൾ ഞാൻ ഏൺ ചെയ്യണം. നല്ലൊരു ബിസിനസ്സുകാരനായി മാറണമെങ്കിൽ ബിസിനസ്സുകാരനെ പോലെ ചിന്തിക്കണം, ബിസിനസ്സുകാരനെ പോലെ പ്രവർത്തിക്കണം. അപ്പൊ ആ രീതിയിലേക്ക് മാറാൻ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാറുന്ന സമയത്ത് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു ബിസിനസ്സുകാരനായിട്ട് മാറണമെങ്കിൽ അവന്റെ ഉള്ള സംസാരം മാറണം, അവന്റെ ആറ്റിറ്റ്യൂഡ് മാറണം, അല്ലെ, അവന്റെ സ്കില്ലുകൾ കുറെ ഡെവലപ്മെന്റ് ചെയ്യണം. അങ്ങനെ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാനും എന്റെ ആറ്റിറ്റ്യൂഡ് മാറാനും ഒരുപാട് ട്രെയിനിങ്ങും പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനിയും പഠിക്കാനുണ്ട്, ഇതൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാ. അങ്ങനെ ഒരു 1, 2, 3 വർഷം ഇതിന്റെ കൂടെ കമ്മിറ്റ്മെന്റ് ആയി ചെയ്തു കഴിഞ്ഞാൽ നാളെ ഈ പറഞ്ഞ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ITC എന്ന റാങ്കിൽ എത്താൻ പോകുന്ന. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 2,10,000 വാങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ടിൽപ്പാലത്തുള്ള പ്രവീണിന്റെ അക്കൗണ്ടിലേക്കും ആഴ്ചയിൽ 2,10,000 വാങ്ങൂന്നുള്ള ഒരു ചങ്കൂറ്റം ഈ പ്രവീണിന് പറയാൻ പറ്റും. കാരണം അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന അല്ലെ എന്നെ വിശ്വസിച്ച് വന്ന ആളുകൾക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. കാരണം അതെന്റെ ഉറപ്പാ. അങ്ങനെ നിന്ന് ഈ ബിസിനസ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. കാരണം അത്തരം രീതിയിലേക്കാണ് ഈ ഒരു ബിസിനസ്സിനെ കാണുന്നത്. കാരണം വെച്ചാൽ ഏതൊരു ബിസിനസ്സും ഡെവലപ്മെന്റ് ചെയ്യണം. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കുക. പണക്കാരായിട്ടുള്ള ആളുകളൊക്കെ എടുത്തു നോക്കുക. അവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു പണി കുറച്ച് കാര്യങ്ങളുണ്ട്. പൈസ ഉണ്ടാക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മറ്റുള്ള ആളുകളെ വർക്ക് എടുത്തുകൊണ്ട് പല ആളുകളും പൈസ ഉണ്ടാക്കുന്നത്. മറ്റുള്ള ആളുകളെ സമയം എടുത്തുകൊണ്ടാണ് പല ആളുകളും വരുമാനം ഉണ്ടാക്കുന്നത്. മറ്റുള്ള ആളുകളെ കഴിവുകൾ, ഐഡിയകൾ എടുത്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ മറ്റുള്ള ആളുകളെ കഴിവും സമയവും പണവും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. നമ്മുടെ അപ്ലൈൻ ലീഡറിന്റെ കഴിവും കപ്പാസിറ്റിയും നമുക്ക് ഉപയോഗിച്ചൂടെ? നമ്മളെ താഴെ വന്ന ആളുകളുടെ കഴിവും കപ്പാസിറ്റിയും നമുക്ക് ഉപയോഗിച്ചൂടെ? അപ്പോ സാധാരണ ബിസിനസ്സിൽ പല ആളുകളും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൈസ കൊടുത്ത് കഴിവും കപ്പാസിറ്റി ഉള്ള ആളുകളെ ജോലിക്ക് നിർപ്പിച്ചുകൊണ്ടാണെങ്കിൽ, അതായത് യൂസഫ് അലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അതിനേക്കാട്ടും വിദ്യാഭ്യാസവും കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളെ വെച്ചുകൊണ്ടാ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നെങ്കിൽ ഒരു ഡോക്ടർ അല്ല ഹോസ്പിറ്റൽ തുടങ്ങുന്നത്, പൈസ ഉള്ള ആളുകൾ നല്ല ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട്. അതേപോലെ നിങ്ങളെക്കാട്ടും കപ്പാസിറ്റി ഉള്ള, നിങ്ങളെക്കാട്ടും കഴിവുള്ള ആളുകളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കും. വലിയ പണക്കാര് പോകുന്ന പോലെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ പണക്കാരെ പോലെ നിങ്ങൾക്ക് ആവാൻ സാധിക്കും. പക്ഷെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, തീരുമാനം നിങ്ങളുടേതാണ്. ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടണം. മൈ ലൈഫിൽ വന്ന ആളുകളൊക്കെ രക്ഷപ്പെടണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഉറച്ച തീരുമാനം എടുക്കണം. ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ഈ ബിസിനസ്സിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കും. എന്റെ കൂടെ വന്ന ആളുകൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നുള്ളതാണ്. അങ്ങനെ ഒരു ചങ്കൂറ്റത്തോടെ ഒരു തീരുമാനം എടുത്ത് ബിസിനസ്സുകാരനെ പോലെ ഇറങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒരു അച്ചീവർ ആയിരിക്കും. ഒരു തർക്കവും ഇല്ല.
കാരണം ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അച്ചീവ്മെന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ബിസിനസ് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം. കാരണം വെച്ചാൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെങ്കിൽ പണിയെടുത്തു കഴിഞ്ഞാൽ നടക്കൂല എന്നുള്ള ഒരു തീരുമാനമുള്ളതുകൊണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കുഴിച്ചു മൂടിയ വ്യക്തിയാണ്. അങ്ങനെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു ബുള്ളറ്റ് എടുക്കണം എന്നുള്ളത്. അല്ലെ, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചോളം ഒരു ബുള്ളറ്റ് എന്നുള്ള സ്വപ്നം. പക്ഷെ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയ രണ്ട് കാര്യങ്ങളാ. ഒന്ന് പൈസ വേണം, രണ്ടാമത് ആരോഗ്യം വേണം. ബുള്ളറ്റ് എടുത്ത് നടക്കണമെങ്കിൽ കുറച്ചൊരു ആരോഗ്യം ഇല്ലെങ്കിൽ അത് പൊന്തിക്കുവാനാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ ചിന്തിക്കുവാനായേ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ രീതിയിൽ ഇതൊരു 1-2 വർഷം സീരിയസ് ആയി തുടങ്ങിയ സമയത്ത് ഇന്ന് എന്റെ കൂടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്ന ഒരു 2.5 ലക്ഷത്തിന് മേലെ വരുന്ന ഒരു ബുള്ളറ്റ് ഇന്ന് എനക്കുണ്ട് എന്നുള്ളതാ. അപ്പോ ആ അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞ സമയത്ത് ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഉണ്ട്. കാരണം വെച്ചാല് ഒന്നും സാധിക്കില്ല എന്ന് തോന്നിയ മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് MI ലെഫ്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള ആളുകളായിട്ട് മാറുക. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാല് ഓരോ വ്യക്തിക്കും കിട്ടും എന്നുള്ളതാ. അപ്പൊ നാളെ ഞാൻ പറഞ്ഞത് ഇത്രയും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്, ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഡ്രൈവറായി പോകണ്ടെന്നുള്ളൊരു ഇതുകൊണ്ടാണ്. പക്ഷെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് 4 വീലർ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വണ്ടി പോകാൻ വേണ്ടിയിട്ടല്ല, സ്വന്തമായിട്ട് ഒരു 4 വീലർ ഇതിൽ കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ. കാരണം ഇന്ന് എന്റെ അച്ഛനെ ഓടിച്ചു നടന്ന തൊട്ടിൽപ്പാലത്ത് കൂടി നാളെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ചെങ്കിൽ പ്രവീൺ എന്ന വ്യക്തി നല്ലൊരു 4 വീലർ ഓടിച്ചുകൊണ്ട്, ഒരു കാർ ഓടിച്ചുകൊണ്ട് തൊട്ടിൽപ്പാലത്ത് കൂടി പോകുന്നുള്ളതാണ്. അത് പറയാനുള്ള ചങ്കൂറ്റ് ഉണ്ടാക്കി തന്നത് മൈ ലൈഫ് ടൈം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ എനിക്ക് സാധിക്കുമെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് തുടക്കക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. കാരണം അതിന് വേണ്ട ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് മാത്രമേ വേണ്ടൂ ഇവിടെ. ആ രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തർ ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാൻ പറ്റും. മറ്റുള്ള എല്ലാ ബിസിനസ്സിലും മറ്റുള്ളവനെ താഴ്ത്തിക്കൊണ്ടാണെങ്കിൽ ഒരുമിച്ച് നിന്ന് ഒരു ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ലോകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് നിങ്ങളും ഞാനും വർക്ക് ചെയ്യുന്നത്. അപ്പോ വിജയം എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ചുള്ളതാണ്. അപ്പോ ഒരുമിച്ച് വിജയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. താങ്ക് യു പ്രവീൺ സാർ. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്രവീൺ സാറിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നുള്ള നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് റിവ്യൂ അറിയിക്കാൻ വേണ്ടി ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വന്നാൽ ഓരോരുത്തർക്ക് അവസരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് STC ലീഡർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? റഷീദ് സാറ് കൺക്ലൂഡ് ചെയ്യാം. RTC ലീഡർ റഷീദ് സാറേ. റഷീദ് സാർ.